ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എനിമി വില്ലേജ്. നമ്മൾ കുറച്ച് ദിവസം വീഡിയോ ഇടാത്ത എന്താണെന്ന് വെച്ചാൽ എക്സാമൊക്കെ ആയതുകൊണ്ട് പഠിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഇടാവുന്നത്. അപ്പോൾ ഇന്നെന്തായാലും വീഡിയോ ഇടുന്നുണ്ട്. ഈ നറൂട്ടോ എന്ന് പറഞ്ഞാൽ ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും എന്തായി നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങനെയാണല്ലോ നറൂട്ടോൻ്റെ ഓരോ ഇതും. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പിസോഡിലേക്ക് നേരെ പോവാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ കക്കാശി സെൻസേനായിരിക്കും. കക്കാശി സെൻസർ ആണെങ്കിൽ കഴിഞ്ഞതിൽ ഒരുപാട് ശരിങ്കൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ശരീരത്തിലുള്ള ചക്രയൊക്കെ ഒരുപാട് കുറഞ്ഞ് ബോധം കെട്ട് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആണെങ്കിൽ ഇവിടെ കക്കാശി ആണെങ്കിൽ ഇവിടെ നമ്മളെ ടാസുനയുടെ സുന്ദരിയായ മോള് നമ്മളെ കക്കാശിനെ ഇവിടെ നല്ലോണം പരിചരിക്കുകയായിരിക്കും. കക്കാശി ജയിച്ചിട്ട് അപ്പം തന്നെ ചോദിക്കും, നമ്മുടെ 3 പിള്ളേരെവിടെയെന്ന്. നമ്മുടെ സുന്ദരിയായ മോളാണെങ്കിൽ അവർ പുറത്തുണ്ട്, നിങ്ങളെന്തായാലും കുറച്ചും കൂടി റെസ്റ്റ് എടുക്കണം എന്ന് പറയുമ്പോൾ ഇവർ 3 അടിച്ചു കയറി ഉള്ളിലേക്ക് വരും. എന്നതിൻ്റെ ശേഷം ഇവർ 3 പറയും, അയ്യോ കക്കാശിക്ക് എന്ത് പൊട്ടിയെന്ന് പറഞ്ഞിട്ട്. നമ്മളെ സാക്കുറി നറൂട്ടോയൊക്കെ ആണെങ്കിൽ നെഞ്ചു പൊട്ടി കയറിയുമ്പോൾ എനിക്കൊരു പുല്ലും പറ്റിയിട്ടില്ല, ഞാനാണെങ്കിൽ ശരിക്കും ഉപയോഗിച്ചിട്ടൊന്ന് തളർന്ന് വീണെന്നേ ഉള്ളൂ, അതിനെന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ആക്കുന്നത് എന്ന് കക്കാശി പറയുമ്പോൾ നമ്മുടെ സാക്കുറ പറയും, ആ സാബുസനെ കൊണ്ടുപോയ ആ ചെറിയ ആളെ കാണാൻ ശരിക്കും ഒരു പെണ്ണിനെ പോലെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കക്കാശി പറയും, ആ മാസ്ക് ഇട്ടവരെ പറയുന്നവരാണ് അൻബു ബ്ലാക്ക് ഓപ്സ്. ഇവരൊക്കെ എലൈറ്റ് നിഞ്ച ട്രാക്കിലുള്ളവരാണ്. ഇവരുടെ മെയിൻ പണിയെന്ന് വെച്ചാൽ അവരുടെ സ്വന്തം വില്ലേജിലെ ഏതെങ്കിലും നിഞ്ചകൾ എവിടെയെങ്കിലും വെച്ച് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ രൂപം, ചക്ര ഒക്കെ നശിപ്പിച്ച് കളയലാണ്. വില്ലേജിൻ്റെ ഒരു തെളിവും പുറത്തു പോകാതിരിക്കാനാണ് ചെയ്യുന്നതൊക്കെ നമ്മുടെ കക്കാശി ഇവർക്ക് പറഞ്ഞു കൊടുക്കും. എന്തിനു പറയണോ, നമ്മുടെ നേരത്തെ കൊന്ന സാബുസനെ വരെ അവൾ സൂചി കുത്തി എടുത്ത് കൊണ്ടേത് എന്തിനാന്ന് വെച്ചാൽ അവരുടെ വില്ലേജിലുള്ള ഒരു രഹസ്യം ചോരാതിരിക്കുകയാണെന്നാണെന്ന് പറയുമ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മുടെ പെണ്ണ് നമ്മുടെ സാബൂസൻ്റെ ഫ്രണ്ട്സാണ്. ഇവർ ഈ സാബൂസ ഈ ഫൈറ്റിൽ തോൽക്കുമെന്ന് മനസ്സിലായപ്പോൾ നമ്മുടെ പെണ്ണാണ് നൈസിന് ആ നീണ്ടിട്ട് സാബൂസനെ അവരുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് എടുത്തു കൊണ്ടെന്നാണ്. സാബൂസ് പറയും, നേരത്തെ അവിടെ എന്തായാലും തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് തൻ്റെ മേത്തുള്ള 2 സൂചി എടുത്ത് വലിച്ചെറിയുമ്പോൾ ആ പെണ്ണ് മാസ്ക് വരും. നോക്കുമ്പോൾ അതാണെങ്കിൽ ഒരു പെണ്ണ് തന്നെ ആയിരിക്കും. നമ്മുടെ സാക്കുറ പറഞ്ഞ പോലെ ഇവിടെ ആണെങ്കിൽ നമ്മുടെ സാബൂസ് ആണെങ്കിൽ കലിയേറി നിൽക്കുമായിരിക്കും. നേരത്തെ അവളെ എന്തായാലും ആ കക്കാശി എനിക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല, ഇനി അടുത്ത പ്രാവശ്യം കിട്ടുമ്പോൾ കൊല്ലുമെന്ന് പറയുമ്പോൾ നമ്മുടെ കക്കാശി ആണെങ്കിൽ ഇവിടെ എന്തോ വിട്ടല്ലോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ റൂട്ടോ ചോദിക്കും, എന്താണ് സെൻസായി അണ്ടി പോയ അണ്ണാനെ പോലെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സെൻസായി പറയും, ട്രാക്കർ നിഞ്ചാസ് സാധാരണ ഒരാൾ അവിടെ കിടന്ന് മരിച്ചു കിടക്കുമ്പോൾ അവിടെ വെച്ച് തന്നെ അവരുടെ ശരീരം ആർക്കും മനസ്സിലാത്ത രീതിയിൽ ഡിസ്പോസ് ചെയ്ത് കളയാണ് ചെയ്യുക. പക്ഷേ ഇവളെന്തിനാണ് ഇവനെ തൂക്കിയെടുത്ത് കൊണ്ടേന്ന് നമ്മുടെ കക്കാശിക്ക് എങ്ങനെ ആലോചിച്ചിട്ട് കിട്ടുന്നുണ്ടാവില്ല. അപ്പോഴായിരിക്കും ഇവര് എങ്ങനെയാണ് ആ സാബൂസനെ കൊന്നതെന്ന് ആലോചിക്കുക. അത് വെറും സൂചികളാണെന്ന് മനസ്സിലാക്കുമ്പം ഇവർ തന്നെ ഒന്ന് ഞെട്ടും. ഈ മെഡിക്കലിന് അപ്പോൾ ഈ സാബൂസ മരിച്ചിട്ടില്ല എന്നറിയുമ്പോൾ നമ്മുടെ 3 ആൾക്കാർ, നമ്മുടെ അപ്പൂപ്പന്, സാക്കുറിസ്, നറൂട്ടോ എല്ലാ ചെക്കന്മാരും ഒരുമിച്ചിരുന്ന് ഷോക്കാവും. അപ്പം നമ്മുടെ കുടിയനമാവൻ പറയും, നേരത്തെ ഒരു വട്ടം പോയപ്പോൾ തന്നെ നമ്മുടെ ജെട്ടി കയറി, ഇനിയും പോയാൽ നമ്മുടെ കഥ കഴിയുമെന്ന് പറയുമ്പോൾ നമ്മുടെ കക്കാശി പറയും, ഞാൻ നേരത്തെ അവനെ ചെന്ന് ചെക്ക് ചെയ്തപ്പോൾ അവൻ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയായിരുന്നു. ആക്ച്വലി ഈ ട്രാക്കിംഗ് നിഞ്ചാസ് ഈ നീഡിൽസ് കൊല്ലാൻ മാത്രമല്ല ഒരു മെഡിക്കൽ നിഞ്ച പോലെയും മെഡിക്കൽ ആവശ്യത്തിന് ഉപയോഗിക്കും, ആക്ച്വലി അക്യുപഞ്ചർ പോലൊക്കെ. അപ്പോൾ നമ്മുടെ കക്കാശി ഇവരോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരിക്കും. ശരിക്കും സാബൂസൻ അവൾ കൊല്ലല്ല ചെയ്തത്, ആ നീഡിൽസ് ഉപയോഗിച്ച് രക്ഷിക്കുകയാണെന്ന് പറയുമ്പോൾ നമ്മുടെ സാക്കുറ ആയിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ ബേജാറാവുക. നമ്മുടെ കക്കാശി ആണെങ്കിൽ ഇനി എന്ത് ചെയ്യും, നമ്മൾ അവനെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നല്ല പരിശീലനം വേണം, അത് ഞാൻ നൽകുമെന്ന് പറയുമ്പോൾ യാഹൂ, നേരത്തെ തന്നെ ഒരു അവസരം പോയി, ഇപ്രാവശ്യം ഞാൻ അവനെ എടുത്തിട്ടടിക്കും, അവൻ എനിക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നറൂട്ടാണെങ്കിൽ ഡബിൾ ഹാപ്പി. ഇവിടെ ആണെങ്കിൽ കക്കാശി എന്തായാലും അവന് തീർക്കുന്ന് നല്ല ഒച്ചത്തിൽ തന്നെ മനസ്സിൽ വിചാരിക്കും. അപ്പം നമ്മുടെ കക്കാശി പറയും, നേരത്തെ ഞാൻ ഒറ്റക്കല്ല അവനെ പ്രിവെൻറ്റ് ചെയ്തത്, നിങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരും രക്ഷപ്പെട്ടത്, പ്രത്യേകിച്ച് നീ നറൂട്ടോ, നിൻ്റെ ബുദ്ധി എക്സലൻ്റ് ആണ്,
നീയാണ് അടിപൊളി എന്നൊക്കെ പറയും. നീ അടിപൊളിയാണെന്ന് പറഞ്ഞ അപ്പം തന്നെ ഞാറൂട്ടാണെങ്കിൽ തുള്ളിച്ചാടും. നീ ഒരു സാധനമല്ല, നീ പൊട്ടനാണെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ശബ്ദം കേൾക്കും. നോക്കുമ്പോൾ അതൊരു പീക്കിരി ചെക്കനാവും. അതാരാന്ന് വെച്ചാൽ നമ്മുടെ ടാസുനമ്മാവൻ്റെ പേരക്കുട്ടിയായിരിക്കും. അപ്പം നമ്മുടെ നമ്മൾ നിഞ്ചകളെ പറയുമ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ഒരിക്കലും നിഞ്ചകളെ പറയരുത്, നിഞ്ചകൾ നമ്മൾ ജീവൻ രക്ഷിക്കാൻ വന്നാണെന്ന് പറയുമ്പോൾ നാറൂട്ടോക്കാണെങ്കിൽ കലി കയറിയിട്ട് പറയും, നീ ഭാവിയുള്ള ഒരു ഹൊക്കാഗനെയാണ് നിങ്ങൾ പറയുന്നേ, ഞാൻ നിന്നെ അടിച്ച് പഞ്ചറാക്കുമെന്ന് പറയുമ്പോൾ നീ ഒരു ഹൊക്കാഗെ ആവില്ല പുല്ലേന്ന് പറയും. അപ്പോൾ ആണെങ്കിൽ നാറൂട്ടോക്കാണെങ്കിൽ ചാടിക്കറി അവനെ അടിക്കാൻ ഓടുമ്പോൾ നമ്മുടെ സാക്കുറ ആണെങ്കിൽ അവനെ പിടിച്ചു വെക്കുവാൻ ചെറിയ കുട്ടിയെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചെക്കനാണെങ്കിൽ ഒന്ന് പോടാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോ. സാസ്കെ വിചാരിക്കും ഇവൻ ഇങ്ങനെ ഒരുത്തനാണോ എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ പെണ്ണു മുത്തശ്ശനും അവന് വേണ്ടി സോറി പറയും. അവൻ അങ്ങനെ തന്നെയാണ്, അവൻ എൻ്റെ അച്ഛനെ പോലെയാണെന്നൊക്കെ നമ്മുടെ ടാസുന മുത്തശ്ശൻ പറയും. ഇവിടെ ആണെങ്കിൽ നാറൂട്ടോ ആണെങ്കിൽ നമ്മുടെ ചെക്കനെ ഒരു പണി കൊടുക്കണമെന്ന് വെച്ച് മോൾക്ക് പോകുമ്പോൾ അവൻ്റെ മരിച്ചുപോയ അച്ഛനെ ഓർത്ത് കരയുകയായിരിക്കും. പിന്നെ കാണിക്കാൻ നമ്മളെ ചെക്കന്മാരെയാണ്. നമ്മുടെ ചെക്കന്മാർ 3 പേരും ഇവിടെ കക്കാശിൻ്റെ ട്രെയിനിങ്ങിനായിട്ട് നിൽക്കായിരിക്കും. കക്കാശിയാണെങ്കിൽ 2 വടിയും കുത്തിപ്പിടിച്ചായിട്ട് വരിക. ഇവിടെ കക്കാശി ചക്രയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നാറൂട്ടോക്കെ ആണെങ്കിൽ എന്ത് ചക്ര, വണ്ടിയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ സാക്കുറിനോട് പറയാൻ പറയുമ്പോൾ സാക്കുറ പറയും, ആക്ച്വലി നിഞ്ചാസ് ഒരുപാട് ജുച്ചുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് ശരീരത്തിലുള്ള എല്ലാ എനർജിയും ഒരുമിപ്പിക്കണം, ഇതിന് വേണ്ടിയിട്ടാണ് ചക്ര ഉപയോഗിക്കുന്നത്. അതിൽ ഒന്നിനെ ഫിസിക്കൽ എനർജിയും ഒന്ന് സ്പിരിച്വൽ എനർജിയാണ്. അതുകൊണ്ടാണ് ഈ ചൈനക്കാരൊക്കെ ഫൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് 2 കൈയും കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ നാറൂട്ടോ ചോദിക്കും, എന്തിനാ ഈ ചക്രവും ചുക്രവും ഒക്കെ, നമുക്ക് നമ്മുടെ കൈക്ക് പോലെ ഫൈറ്റിനെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കക്കാശി പറയും, ചക്ര എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കളിക്കാനുള്ളതല്ല, അത് കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ ഒരു ജുത്സു ഉണ്ടായി വരുള്ളൂ. ആവശ്യമില്ലാതെ ചക്ര യൂസ് ചെയ്താൽ നമ്മൾ പെട്ടെന്ന് ടയേർഡായി പോകുമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാറൂട്ടോ ആണെങ്കിൽ നാറൂട്ടി സാസ്ക്കും നമുക്ക് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ചാടി നിൽക്കുമ്പോൾ നമ്മളെ സാക്കുറ ആണെങ്കിൽ അവിടെ പേടിക്കും. അപ്പോൾ അവിടെ കക്കാശി പറയും, ഞാനെന്ന് പഠിപ്പിച്ചു തരാൻ പോകുന്നത് കൈ ഉപയോഗിക്കാതെ എങ്ങനെ മരത്ത് കയറാമെന്നാണ്. അപ്പോൾ നമ്മുടെ 3 പിള്ളേരും ഈ സാറെന്താണ് ഈ മണ്ടക്രാസ് എല്ലാം കാലിൻ്റെ അടിയിലോട്ട് കൊണ്ടുവരണമെന്നൊക്കെ നമ്മുടെ കക്കാശി പറഞ്ഞു കൊടുക്കും. നമ്മൾ ചക്ര ഉപയോഗിക്കുന്നതിലല്ല, അത് കൺട്രോൾ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലാണ് കാര്യമെന്ന് നമ്മുടെ കക്കാശി നമ്മൾ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കും. എന്നതിന് ശേഷം 3 കുനായ എടുത്തവർ നേരെ എറിഞ്ഞിട്ട്, നിങ്ങൾ ചാടി വന്നിട്ട് കയറുക, കുനായ കൊണ്ട് മരത്തിൽ വെട്ടുക, അങ്ങനെ ഓരോ തവണ വെട്ടി നിങ്ങൾ മുകളിലേക്ക് എത്തണം എന്ന് പറഞ്ഞിരിക്കും. അപ്പോഴാണെങ്കിൽ നാറൂട്ടാണെങ്കിൽ ചാടി കയറിയിട്ട് ഇതൊക്കെ സിമ്പിള് ഞാനിപ്പം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ 3 ചെക്കന്മാരും മണിക്കൂറുകളോളം നിന്ന് കൈകൾ വെച്ച് നിൽക്കുമായിരിക്കും. അപ്പോൾ കുറച്ച് ചക്ര വരുമ്പോൾ നമ്മുടെ നാറൂട്ടോ ആണെങ്കിൽ ചാടി കയറി മരത്തുമ്പോൾ ഓടി കയറും. നാറൂട്ടോ ആണെങ്കിൽ തലയും കുത്തി വെക്കും. ഇവിടെ സാസ്കെ ആണെങ്കിൽ പഴത്തിൻ്റെ പകുതിയോളം കയറിയിട്ട് അവിടെ വെട്ടിയിട്ട് അവിടെ വീണ് കിടക്കും. കക്കാശി ആണെങ്കിൽ ഇവരെ കൊണ്ട് എന്തായാലും ചെയ്യാൻ കഴിയും. നാറൂട്ടോക്കും സാസ്കേക്കും അപാരമായിട്ടുള്ള കഴിവുകളുണ്ട്. ഇവിടെ കക്കാശി ആണെങ്കിൽ ഇവരെ 2 പേര് കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും നമ്മൾ സാക്കുറേനെ കണ്ടിട്ടുണ്ട്. കക്കാശി ആണെങ്കിൽ സാക്കുറേനാണെങ്കിൽ അഭിനന്ദിക്കുകയും ചെയ്യും. നമ്മുടെ 2 ചെക്കന്മാരെ ആണെങ്കിൽ നല്ലോണം അപമാനിക്കും. അപ്പോൾ സാക്കുറ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സാസ്കേൻ്റെ മുമ്പിലൊന്ന് റോൾ ആവാനാണ്. ഇവിടെയാണെങ്കിൽ കക്കാശി ഇവരെയൊക്കെ ഇങ്ങനെയായിട്ട് അപമാനിക്കുന്നത് ഇവരെ ഉള്ളിൽ ആ ശക്തി പുറത്തു കൊണ്ടുവരാനാണ്. കക്കാശിക്കറിയാം ഇവർ 2 പേരും നല്ല ശക്തിയുള്ളവരാണ്, ഇവരെ കൊണ്ട് എന്നെക്കാളും ശക്തിയുള്ളവരാവാൻ കഴിയുമെന്നൊക്കെ കക്കാശിയോടെ മനസ്സിൽ വിചാരിക്കുകയായിരിക്കും. ഇവിടെയാണെങ്കിൽ നമ്മൾ 2 പേരും മരത്തിൽ കയറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ആ ചുള്ള പേരക്കുട്ടി ഇവിടെ വന്നിട്ട് ഇവരെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇവരെ കൊണ്ട് എന്തായാലും ഇതൊന്നും കഴിയില്ലാന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്ന് തൻ്റെ അച്ഛൻ്റെ ഫോട്ടോ നോക്കി കരയായിരിക്കും. ഇവിടെയാണെങ്കിൽ നമ്മുടെ സാബു സവിലിനെയും അവൻ്റെ അടുത്തുള്ള പെണ്ണും കൂടി അവൻ്റെ അടുത്തിങ്ങനെ പെണ്ണ് അവനെ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ മെയിൻ വില്ലൻ വരും. മെയിൻ വില്ലൻ്റെ കൂടെ 2 തടി മാടന്മാരും കൂടെ ഉണ്ടാവും. നമ്മുടെ മെയിൻ വില്ലൻ വന്നിട്ട് സാബുസേനെ ഓരോന്ന് പറയും, നിനക്ക് ആ ചീള ചെക്കനെ പോലും ഒന്ന് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലേ, ആ കക്കാശിക്ക് ഇത്ര പവറൊക്കെ ഉണ്ടോ, അവനൊന്ന് അടിച്ചൂടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സാബൂസാണെങ്കിൽ ഇവിടെ പല്ല് കടിച്ചു പൊട്ടിക്കായിരിക്കും.
അങ്ങനെ ഈ സാബുസനെ അടിക്കാൻ വേണ്ടിയിട്ട് കൈ കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മുടെ പെണ്ണ് കൈ മടക്കിലൊക്കെ ഇത് അടിച്ച് തിരിച്ച് അവൻ്റെ കൈ പൊട്ടിക്കും. അപ്പോൾ മറ്റ് രണ്ടുപേരും അവരുടെ വാളെടുത്ത് വരുമ്പോൾ നമ്മുടെ പെണ്ണിൻ്റെ ശക്തി അപ്പോഴായിരിക്കും മനസ്സിലാവുക. ചാടി വന്നിട്ട് രണ്ടുപേരുടെയും വാള് കൈമ പിടിച്ചിട്ട് അവരുടെ രണ്ടുപേരെയും മടക്കിലൊക്കെയും ഇപ്പോഴായിരിക്കും നമ്മുടെ പെണ്ണിന് ഇത്രയും പവർ ഉണ്ടോയെന്ന് നമ്മുടെ ആൾക്കാരൊക്കെ അറിയാം. ഇവിടെ അവർ രണ്ടുപേരും എന്താ സംഭവിക്കുന്നതെന്ന് പോലും അറിയില്ല. ആക്ച്വലി സാബൂസ് എന്തെങ്കിലും ചെയ്താൽ പ്രിവെൻറ്റ് ചെയ്യാനായിരുന്നു ഈ രണ്ടാൾക്കാരെയും കൊണ്ടെന്ന്. ഇവരെ കൊണ്ടൊരു ഉപകാരമില്ല. ഇനി എന്താ ജെട്ടി കീറുന്ന് മനസ്സിലാക്കിയിട്ട് ആ 3 പേരും അവിടുന്ന് പോവും. ഇവിടെയാണെങ്കിൽ നറൂട്ടോയും സാസ്കെ ആണെങ്കിൽ കഷ്ടപ്പെട്ട് വരയിട്ട് തിരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാക്കുറയാണെങ്കിൽ ഇവിടെ ക്ഷീണിച്ച് നിലത്ത് കിടക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് നറൂട്ടോ വന്നിരുന്നിട്ട്, നീ എങ്ങനെ കയറിയേ, എനിക്കൊന്ന് കയറാൻ പഠിപ്പിച്ചു തരുമോ, എനിക്ക് എങ്ങനെയെങ്കിലും ആ സാസ്കനെ കാട്ടി മുന്നേ മരത്ത് കയറണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കക്കാശി ആണെങ്കിൽ, ഒരു നാൾ നീ എന്നെക്കാട്ട് പവറുള്ള ഒരുത്തനായി മാറുന്നു നറൂട്ടോനെ നോക്കി ചിന്തിക്കുന്നതോട് കൂടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ എപ്പിസോഡ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ എനിമി വില്ലേജ്.